PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. വരുന്ന അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ചാനലിലൂടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ ലൈവ് സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. പിന്നെ നമ്മുടെ ടെലഗ്രാമിൽ എല്ലാവരും ജോയിൻ ചെയ്യുക കേട്ടോ. കാരണം നിങ്ങൾ ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക് ഏതാണ് എന്നുള്ളത് നമ്മൾ ടെലഗ്രാമിലാണ് മെസ്സേജ് ചെയ്യുന്നത്. സോ ടെലഗ്രാമിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ടും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടെലഗ്രാമിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ടോപ്പിക്കിൻ്റെ ക്ലാസ് പിറ്റേ ദിവസം കാലത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യും. ക്ലാസ് കണ്ട് നിങ്ങൾ നോട്ട്സ് തയ്യാറാക്കി പഠിക്കും. അതിനുശേഷം ആ ദിവസം തന്നെ രാത്രി 8 മണിക്ക് നമ്മൾ പഠിച്ച ടോപ്പിക്കുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങൾ, അതായത് PSC ഏറ്റവും റീസെൻ്റ് ആയിട്ട് നടത്തിയിട്ടുള്ള പരീക്ഷകളിൽ ചോദിച്ചതും നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ പരീക്ഷയുടെ സിലബസ് പ്രകാരം നടന്നിട്ടുള്ള പരീക്ഷകൾ, ഇപ്പോൾ 10th മെയിൻസ്, അതുപോലെ തന്നെ സെക്രട്ടേറിയറ്റ് OAL, LDC പോലുള്ള പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ആ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ രാത്രി 8 മണിയുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. കൂടാതെ ഇനി വരുന്ന ക്ലാസ്സുകളിൽ ന്യൂ SCRT, കറണ്ട് അഫയേഴ്സ്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇതിൻ്റെ എല്ലാം ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെയും ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്താലും നിങ്ങൾക്ക് നമ്മുടെ കൂടെ എത്താൻ വേണ്ടി പറ്റുന്നതാണ്. നല്ലൊരു റാങ്കിലോട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ എന്തായാലും കൃത്യമായിട്ട് ഫോളോ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, മാക്സിമം പേരിലോട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സജഷൻസ് ഒക്കെ താഴെ കമൻറ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗം ഭരണഘടനയാണ്. നമ്മളൊരു ടോപ്പിക് എടുത്തു കഴിഞ്ഞാൽ ആ ഒരു ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ട് അടുത്തതിലോട്ട് പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഭരണഘടനയാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനിൽ പൗരത്വം എന്ന് പറയുന്ന ഭാഗമാണ്. അപ്പോൾ മുന്നേയുള്ള ക്ലാസ്സുകളൊക്കെ കണ്ട് നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ നോട്ട്ബുക്കും പെന്നും റെഡിയാക്കി വെച്ചോളൂ. പൗരത്വത്തിൻ്റെ ക്ലാസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. പൗരത്വം, ഇപ്പോൾ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം ഏതാണ്? എപ്പോഴും ചോദിക്കുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭാഗം ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? ഭാഗം 2. ഭാഗം 2ലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇനി ആർട്ടിക്കിൾ ഏതാണെന്ന് ചോദിച്ചാലോ, പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ അല്ലെങ്കിൽ അനുച്ഛേദം എന്ന് പറഞ്ഞിട്ട് ചോദിച്ചാൽ ഉത്തരം 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളിലാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2, ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ. ഇനി നമ്മുടെ ഇന്ത്യയിൽ നിൽക്കുന്ന പൗരത്വ രീതി ഏതാ? ഏത് രീതിയിലുള്ള പൗരത്വമാണ് നിലനിൽക്കുന്നത്? ഏക പൗരത്വം, സിംഗിൾ സിറ്റിസൺഷിപ്പാണ്. ഏക പൗരത്വം അഥവാ സിംഗിൾ സിറ്റിസൺഷിപ്പാണ് നമ്മുടെ ഇന്ത്യയിൽ നിലനിൽക്കുന്നത്. ഇനി ഈ പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ എവിടെ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ബ്രിട്ടന്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഓരോ ആശയങ്ങളും നമ്മൾ ഏത് രാജ്യത്തു നിന്നും കടമെടുത്തു എന്നുള്ളത് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ബ്രിട്ടനിൽ നിന്നും ആശയം കടമെടുത്തതൊക്കെ നമ്മൾ കോഡ് ഉപയോഗിച്ച് പഠിച്ചല്ലേ, ചെറിയൊരു കഥയിലൂടെയൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഈസി ആയിട്ട് ഓർക്കാൻ പറ്റുന്നതാ. അപ്പോൾ പൗരത്വം അല്ലെങ്കിൽ സിംഗിൾ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിട്ടുള്ളത് ബ്രിട്ടന്റെ കയ്യിൽ നിന്നുമാണ്. ഇനി ഈ സിംഗിൾ സിറ്റിസൺഷിപ്പ് അല്ലെങ്കിൽ ഏക പൗരത്വം എന്ന് പറയുന്നത് ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണെന്ന് ചോദിക്കാം. നമുക്ക് 3 തരത്തിലുള്ള ലിസ്റ്റ് പഠിക്കാനുണ്ട്. വഴിയെ നമ്മൾ പഠിക്കും. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് അല്ലേ. അതിലേതിലാണ് ഈ പൗരത്വം ഉൾപ്പെടുന്നത്? അതും ഒരു ചോദ്യമാണ്. ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ് കേട്ടോ. യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയമാണ് പൗരത്വം എന്ന് പറയുന്നത്. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചേ? പൗരത്വം ഉൾപ്പെടുന്ന ഭാഗം പറഞ്ഞോളൂ. ഭാഗം 2. ഏതാണ് ആർട്ടിക്കിൾ? 5 മുതൽ 11 വരെ. ഇന്ത്യയിൽ വിഭാവനം ചെയ്തിരിക്കുന്നത് ഏത് തരത്തിലുള്ള പൗരത്വമാണെന്ന് ചോദിച്ചാൽ ഏക പൗരത്വം. ഈ ഒരു പൗരത്വം എന്ന് പറയുന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത് എവിടെന്നാ? ബ്രിട്ടനിൽ നിന്നുമാണ്. ഏത് ലിസ്റ്റിലാണ് പൗരത്വം ഉൾപ്പെടുന്നത്? യൂണിയൻ ലിസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ സെറ്റല്ലേ. ഇനി നമുക്ക് ഈ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ എന്തൊക്കെയാണ് പറയുന്നത് എന്നുള്ള കാര്യമാണ് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ പഠിക്കുന്നത് ആർട്ടിക്കിൾ 5 എന്താണ് എന്നുള്ളതാണ് പഠിക്കുന്നത്. ഓക്കെ, ആദ്യത്തെ ആർട്ടിക്കിൾ 5 ആണ് കേട്ടോ. നമ്മൾ ആദ്യം നോക്കുന്നത് ആർട്ടിക്കിൾ 5. ആർട്ടിക്കിൾ 5 പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്തെ പൗരത്വം. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്തെ അല്ലെങ്കിൽ ഭരണഘടനയുടെ തുടക്കത്തിലുള്ള പൗരത്വമാണ് പറയുന്നത്. ഭരണഘടനയുടെ തുടക്കത്തിലുള്ള അല്ലെങ്കിൽ ഭരണഘടന നിലവിൽ വരുമ്പോഴത്തെ സമയത്തുള്ള പൗരത്വമാണ് പറയുന്നത്. ഓക്കെ,
അപ്പോൾ അതായത് ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുമ്പോൾ നമ്മുടെ ഇന്ത്യക്കകത്ത് സ്ഥിരമായി താമസിച്ചിരിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യൻ പൗരനാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ഏത്? ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യക്കകത്ത് സ്ഥിരമായി താമസിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യൻ പൗരനാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 5 പ്രകാരം ഇന്ത്യയിൽ സ്ഥിര താമസമാക്കുക എന്ന് പറഞ്ഞല്ലേ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത്. അങ്ങനെ സ്ഥിര താമസമാക്കുന്നയാൾ ഇന്ത്യയിൽ ജനിച്ച ആളാവണം. എവിടെ ജനിച്ച ആളാവണം? ഇന്ത്യയിൽ ജനിച്ച ആളായിരിക്കണം. ഇന്ത്യയിൽ ജനിച്ച ആളായിരിക്കണം. അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരന്മാർ ആയിരിക്കണം. മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം. ഭരണഘടന നിലവിൽ വരുന്നതിന് എത്ര കൊല്ലം മുൻപ്? 5 കൊല്ലം മുൻപെങ്കിലും സ്ഥിരതാമസമാക്കിയിരിക്കണം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കിയിട്ടുള്ള ഒരാൾ പൗരനാണെന്ന് പറയുമ്പോൾ അവിടുത്തെ കണ്ടീഷൻസ് ആണ് പറയുന്നത്. ഒന്നുകിൽ വ്യക്തി ഇന്ത്യയിൽ ജനിച്ച ആളാവണം, പിന്നെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനായിരിക്കണം, ഭരണഘടന നിലവിൽ വരുന്നതിന് 5 കൊല്ലം മുൻപെങ്കിലും ഇന്ത്യയിൽ സ്ഥിര താമസമാക്കിയിട്ടുള്ള ആളായിരിക്കണം. ഇങ്ങനെയാണെങ്കിലാണ് ആൾക്ക് എന്ത് ലഭിക്കുന്നത്? ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നത്. ആർട്ടിക്കിൾ 5 കിട്ടിയല്ലോ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചേക്കണം. ഇനി അടുത്തത് ആർട്ടിക്കിൾ 6 ആണ് പറയുന്നത് കേട്ടോ. ആർട്ടിക്കിൾ 6 പറയുന്നത് എന്താണ്? പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലോട്ട് കുടിയേറി പാർത്തവരുടെ പൗരത്വത്തെ കുറിച്ചാണ് കേട്ടോ. പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലോട്ട് കുടിയേറി പാർത്തവരുടെ. ഇനി നമ്മൾ ആർട്ടിക്കിൾ 7 പറയുന്നുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ ജസ്റ്റ് ഇങ്ങനെ കമ്പയർ ചെയ്ത് പഠിക്കുക. ആർട്ടിക്കിൾ 7 പറയുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് കുടിയേറി പാർത്തവരുടെ കാര്യമാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓർക്കാൻ വേണ്ടിയിട്ട് ഈ 6 എന്ന് പറയുന്നതിന് ഒന്ന് തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പി പോലെ എഴുതാം അല്ലേ. അപ്പോൾ ആ ഫസ്റ്റ് വരുന്നത് പി ആ, അതായത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലോട്ട് കുടിയേറി പാർത്തവരാണ് 6 വരുന്നത്. 7 എന്ന് പറയുമ്പോൾ നോക്കിക്കേ, ഒരു 1 പോലെയല്ലേ ഇരിക്കുന്നത്. അപ്പോൾ 1 ആണ് ആദ്യം വരുന്നത്, ഐ പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് കുടിയേറി പാർത്തവരുടെ ആർട്ടിക്കിൾ 7, പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലോട്ട് കുടിയേറി പാർത്തവരുടെ ആർട്ടിക്കിൾ 6 ആണ്. അത് ഓർത്തിരിക്കണേ. അപ്പോൾ ആർട്ടിക്കിൾ 6 പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വത്തെക്കുറിച്ചാണ്. ഓക്കെ. അപ്പോൾ ഈ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലോട്ട് കുടിയേറി പാർത്തവർ എന്ന് പറയുമ്പോൾ അവിടെ നമുക്ക് 2 ആയിട്ട് അവരെ തിരിക്കാം. അതായത് 1948 ജൂലൈ 19 മുൻപ് കുടിയേറി പാർത്തവർ. 1948 ജൂലൈ 19 മുൻപ് കുടിയേറി പാർത്തവരാണ് എന്നുണ്ടെങ്കിൽ പിന്നീട് അങ്ങോട്ട് അവർ സ്ഥിര താമസമാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ പൗരന്മാരായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത് LDC പഠിക്കുന്നവർ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കാം. LGS പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആർട്ടിക്കിൾ 5 മുതൽ 11 വരെ എന്തൊക്കെ കാര്യങ്ങളാണ് ജസ്റ്റ് പറയുന്നതെന്ന് മാത്രം പഠിച്ചാൽ മതിയാവും കേട്ടോ. അതായത് ആർട്ടിക്കിൾ 5 എന്ന് പറഞ്ഞാൽ ഭരണഘടനയുടെ തുടക്കത്തിലുള്ള പൗരത്വമാണ്. ആർട്ടിക്കിൾ 6 എന്ന് പറഞ്ഞാൽ പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലോട്ട് കുടിയേറി പാർത്തവരുടെ പൗരത്വമാണ്. 7 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് കുടിയേറി പാർത്തവരുടെ പൗരത്വമാണ്. അത്രയും പഠിച്ചാൽ മതിയാകും. LDC പ്രിപ്പയർ ചെയ്യുന്നവർ കുറച്ച് ഡീപ്പായിട്ട് പഠിക്കണം. അപ്പോൾ ആർട്ടിക്കിൾ 6 പറയുന്നത് എന്താണ്? 1948 ജൂലൈ 19 മുൻപ് ഇന്ത്യയിലോട്ട് കുടിയേറി പാർത്തവരാണ്. പിന്നീട് അങ്ങോട്ട് അവർ സ്ഥിര താമസമാക്കിയിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യൻ പൗരനാണെന്ന് പറയുന്നു. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ കണ്ടീഷൻ. ഇനി ഇവര് കുടിയേറി പാർത്തത് 1948 ജൂലൈ 19 ശേഷമാണെന്നിരിക്കട്ടെ. 1948 ജൂലൈ 19 ശേഷം വന്നവരാണെങ്കിൽ അവരെന്ത് ചെയ്യണം? ഇന്ത്യ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഈ പൗരത്വ സംബന്ധമായ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഉണ്ടായിരിക്കുമല്ലോ, ആ ഉദ്യോഗസ്ഥന് മുൻപിൽ രജിസ്റ്റർ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ മുൻപിൽ അദ്ദേഹത്തിൻ്റെ അനുവാദത്തോടുകൂടി ഇന്ത്യയിൽ ഏറ്റവും കുറഞ്ഞത് നമ്മൾ എപ്പോഴാണോ പൗരത്വത്തിന് അപേക്ഷിക്കുന്നത് അന്ന് മുതൽ 6 മാസം സ്ഥിര താമസമാക്കിയവരായിരിക്കണം. 1948 ജൂലൈ 19 മുൻപ് കുടിയേറി പാർത്തവരാണെങ്കിൽ, ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരാണെങ്കിൽ അവരവിടെ സ്ഥിരമായിട്ട് താമസിക്കാൻ തുടങ്ങിയാൽ അവർക്ക് പൗരത്വം കിട്ടും. എന്നാൽ 1948 ജൂലൈ 19 ശേഷം കുടിയേറി പാർത്തവരാണെങ്കിൽ അവർ ഇന്ത്യ ഗവൺമെന്റിന് കീഴിൽ അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ മുൻപിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിച്ച അന്ന് മുതൽ 6 മാസക്കാലം ഇന്ത്യയിൽ സ്ഥിര താമസമാക്കിയവരാണെങ്കിലാണ് അവർക്ക് പൗരത്വം ലഭിക്കുക. ഓക്കെ, ഇതാണ് ആർട്ടിക്കിൾ 6 പറയുന്നത്.
ഇനി ആർട്ടിക്കിൾ 7 നമ്മൾ പറഞ്ഞു എന്താണ്, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് കുടിയേറി പാർത്തവരാണ് ആർട്ടിക്കിൾ 7 പറയുന്നത് അല്ലെ. ആർട്ടിക്കിൾ 7 എന്താ പറയുന്നത്, ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് കുടിയേറി പാർത്തവർ. അവിടെയും നമുക്ക് ഡിവിഷൻ ഉണ്ട്. ഒന്നാമത്തെ കേസ് പറയുന്നത് 1947 മാർച്ച് 1 ശേഷം 1947 മാർച്ച് 1 ശേഷം പാകിസ്ഥാനിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് പോയവരാരും ഇന്ത്യൻ പൗരനായിരിക്കില്ല എന്നാണ് പറയുന്നത്. 1947 മാർച്ച് 1 ശേഷം പാകിസ്ഥാനിലോട്ട് കുടിയേറി പാർത്തവരാരും തന്നെ ഇന്ത്യൻ പൗരന്മാരായിരിക്കില്ല എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തെ കണ്ടീഷൻ, ഇവര് പാകിസ്ഥാനിലേക്ക് പോയി 1947 മാർച്ച് 1 ശേഷം പാകിസ്ഥാനിലോട്ട് പോയിട്ടുണ്ട്, എന്നിട്ട് തിരിച്ചു വന്നു. ഓക്കെ, തിരിച്ചു വരുന്നത് എപ്പോഴാ, 1948 ജൂലൈ 19 മുൻപ് ഇവരെന്ത് ചെയ്തു, തിരിച്ചു വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എങ്ങനെ, പെർമിറ്റോട് കൂടിയിട്ട് കേട്ടോ, അനുവാദത്തോടു കൂടി പെർമിറ്റോട് കൂടിയിട്ട് പെർമിറ്റ് വ്യവസ്ഥ പ്രകാരം ഇവർ തിരിച്ചു വന്നിട്ടുണ്ടെങ്കിൽ ഇവർക്ക് പൗരത്വം ലഭിക്കുമെന്നാ പറയുന്നത്. 1947 മാർച്ച് 1 ശേഷം കുടിയേറി പാർത്തവരാണെങ്കിൽ, പാകിസ്ഥാനിലോട്ട് പോയവരാണെങ്കിൽ അവർക്ക് പൗരത്വം ഇല്ല. പക്ഷെ അവർ പോയിട്ട് 1948 ജൂലൈ 19 മുൻപ് പെർമിറ്റോട് കൂടി തിരിച്ചു വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ലഭിക്കും, പൗരത്വം ലഭിക്കും എന്നതാണ് പറയുന്നത്, രണ്ടാമത്തെ കണ്ടീഷൻ. ഇനി ഇവർ തിരിച്ചു വരുന്നത് 1948 ജൂലൈ 19 ശേഷമാണെങ്കിലോ, 19 മുൻപാണെങ്കിൽ പൗരത്വം ലഭിക്കുന്നു പറഞ്ഞു. ഇനി ഇവർ 1948 ജൂലൈ 19 ശേഷമാണ് തിരിച്ചു വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞില്ലേ, ആർട്ടിക്കിൾ 6 പറഞ്ഞതുപോലെ ഇന്ത്യ ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന്റെ മുൻപിൽ രജിസ്റ്റർ ചെയ്ത് അപേക്ഷ സമർപ്പിച്ച് ആ ഡേറ്റ് മുതൽ 6 മാസക്കാലം സ്ഥിര താമസമാക്കിയിട്ടുണ്ടെങ്കിലേ അവർക്ക് എന്ത് ലഭിക്കത്തുള്ളൂ, പൗരത്വം ലഭിക്കത്തുള്ളൂ. ഓക്കെ, ക്ലിയർ ആണല്ലോ, അതൊന്ന് മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ആർട്ടിക്കിൾ 6 പറഞ്ഞു, നമ്മൾ 7 പറഞ്ഞു. ഇനി അടുത്തത് ആർട്ടിക്കിൾ 8 ആണ് കേട്ടോ. ആർട്ടിക്കിൾ 8. അപ്പൊ ആർട്ടിക്കിൾ 8 പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് പുറത്ത് താമസമാക്കിയിട്ടുള്ള ഇന്ത്യൻ വംശജരുടെ പൗരത്വത്തെ കുറിച്ചാണ്. ഇന്ത്യക്ക് പുറത്ത് താമസമാക്കിയിട്ടുള്ള ഇന്ത്യൻ വംശജരുടെ പൗരത്വത്തെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നത് ആർട്ടിക്കിൾ 8 കേട്ടോ. അപ്പോൾ അതിൽ കണ്ടീഷൻ പറയുന്നുണ്ട്, ഈ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഇന്ത്യൻ വംശജരുടെ പൗരത്വം എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ആൾ എന്ത് ചെയ്യണം, ഇന്ത്യയിൽ ജനിച്ച ആളായിരിക്കണം, ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ആളായിരിക്കണം, അല്ലെങ്കിൽ മാതാപിതാക്കൾ ഇന്ത്യക്കാരായിരിക്കണം, അതുമല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസ് എന്ത് ചെയ്യണം, അവര് ഇന്ത്യക്കാരായിരിക്കണം. ഇങ്ങനെ കണ്ടീഷൻ പറയുന്നുണ്ട്. ഇന്ത്യക്ക് പുറത്ത് താമസമാക്കിയിട്ടുള്ള ഇന്ത്യൻ വംശജർക്ക് പൗരത്വം ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ആൾ ഇന്ത്യയിൽ ജനിക്കണം, അല്ലെങ്കിൽ അവരുടെ മാതാപിതാക്കൾ ഇന്ത്യക്കാരായിരിക്കണം, അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പാരൻസ് ഇന്ത്യക്കാരായിരിക്കണം. മാത്രമല്ല ഒരു കണ്ടീഷനും കൂടിയുണ്ട്, അവരെവിടെയാണോ താമസിക്കുന്നത് ആ രാജ്യത്ത് എന്ത് ചെയ്യണം, അവരുടെ ഇന്ത്യൻ പൗരനാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കണം. അവർ താമസിക്കുന്ന രാജ്യത്ത് ഇന്ത്യൻ പൗരനാണ് എന്നുള്ളത് രേഖപ്പെടുത്തിയിരിക്കണം എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഇതാണ് ആർട്ടിക്കിൾ 8 പറയുന്നത്, ഇന്ത്യക്ക് പുറത്ത് താമസമാക്കിയ ഇന്ത്യൻ വംശജരുടെ പൗരത്വത്തെ കുറിച്ചാണ് ആർട്ടിക്കിൾ 8 പറയുന്നത് കേട്ടോ. ഇനി അടുത്തത് ആർട്ടിക്കിൾ 9. ആർട്ടിക്കിൾ 9 പറയുന്നത് എന്താന്ന് നമുക്ക് നോക്കാം. ആർട്ടിക്കിൾ 9 പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇന്ത്യൻ വംശജനായ ഒരാൾ വേറൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വന്തം ഇഷ്ടപ്രകാരം സ്വേച്ഛയാൽ, ഓക്കെ, ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാള് മറ്റൊരു രാജ്യത്തിന്റെ, ഓക്കെ, ഒരു വിദേശ രാജ്യത്തിന്റെ പൗരത്വം എന്ത് ചെയ്യാണ്, സ്വേച്ഛയാ എന്ന് പറഞ്ഞാൽ എന്താണ്, സ്വന്തം ഇഷ്ടപ്രകാരം സ്വമേധയാ അയാൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടും. മനസ്സിലായോ? ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരാൾ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം എനിക്ക് വേണം എന്ന് പറഞ്ഞ് സ്വന്തം ഇഷ്ടപ്രകാരം സ്വീകരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ഇന്ത്യൻ പൗരത്വം നഷ്ടമാവും, അയാൾ ഇന്ത്യൻ പൗരനായിരിക്കില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 9. ഇനി ആർട്ടിക്കിൾ 10 പറയുന്നത് എന്താ? ആർട്ടിക്കിൾ 10 പറയുന്നത്, ഈ പറയുന്ന പൗരത്വ വ്യവസ്ഥകൾ എന്തൊക്കെ തന്നെയാണെങ്കിലും പൗരത്വം റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. ഈ പറയുന്ന പൗരത്വം
റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? കേന്ദ്ര ഗവൺമെന്റിനുണ്ട്. പക്ഷെ എല്ലാ പൗരത്വവും കേന്ദ്ര ഗവൺമെന്റിന് റദ്ദ് ചെയ്യാൻ പറ്റില്ല. ചില പൗരത്വങ്ങൾ മാത്രം. അത് ഏതൊക്കെയാണെന്ന് നമ്മൾ പറയും കേട്ടോ. അപ്പോൾ പൗരത്വം എന്ന് പറയുന്നത് റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കുണ്ട്? കേന്ദ്ര ഗവൺമെന്റിനുണ്ട് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 10. ഇനി അടുത്തത് എന്താ? ആർട്ടിക്കിൾ 11. ആർട്ടിക്കിൾ 11 പറയുന്നത് ഇന്ത്യയിൽ പൗരത്വ സംബന്ധമായ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് എന്ന് പറയുന്നു. ഓക്കെ, ഇന്ത്യയിൽ പൗരത്വ സംബന്ധമായ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 11. അപ്പോൾ ആർട്ടിക്കിൾ 11 വരെയുള്ള കാര്യങ്ങൾ കിട്ടിയല്ലോ. ആർട്ടിക്കിൾ 5 എന്തായിരുന്നു? ആർട്ടിക്കിൾ 5 എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ തുടക്കത്തിലുള്ള പൗരത്വം. ആർട്ടിക്കിൾ 6 എന്ന് പറയുന്നത് പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്തവരുടെ പൗരത്വം. ആർട്ടിക്കിൾ 7 എന്ന് പറയുന്നത് ഇന്ത്യയിൽ നിന്നും പാകിസ്ഥാനിലോട്ട് കുടിയേറി പാർത്തവരുടെ പൗരത്വം. ആർട്ടിക്കിൾ 8 പറയുന്നത് ഇന്ത്യക്ക് പുറത്ത് താമസമാക്കിയ ഇന്ത്യൻ വംശജരുടെ പൗരത്വം. ആർട്ടിക്കിൾ 9 എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ വംശജൻ സ്വമേധയാ ഒരു വിദേശ രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിച്ച ആൾ ഇന്ത്യൻ പൗരനാവില്ല എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 9. ആർട്ടിക്കിൾ 10 പറയുന്നത് പൗരത്വം റദ്ദ് ചെയ്യുന്നതിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. ആർട്ടിക്കിൾ 11 പറയുന്നത് പൗരത്വ സംബന്ധമായ കാര്യങ്ങളിൽ നിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ് എന്ന് പറയുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് പൗരത്വവുമായി ബന്ധപ്പെട്ട 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാനുള്ളത് പൗരത്വ നിയമം 1955 ബന്ധപ്പെട്ട കാര്യമാണ് കേട്ടോ. അപ്പൊ പൗരത്വ നിയമം നമ്മളിപ്പോ പറഞ്ഞു പൗരത്വം നേടുന്നതിനുള്ള അല്ലെങ്കിൽ എന്താണ് ഇന്ത്യ പൗരത്വവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് പറഞ്ഞു 5 മുതൽ 11 വരെ. അവിടെ ഒന്നും നമ്മൾ പൗരത്വം നേടുന്നതിനുള്ള വഴികളോ അല്ലെങ്കിൽ പൗരത്വം നഷ്ടപ്പെടുന്ന രീതികളോ ഒന്നും പഠിച്ചിട്ടില്ല. അതെവിടെയാ പറയുന്നത്? അത് ഒരു ആർട്ടിക്കിളിലും അല്ല പറയുന്നത്. പൗരത്വ നിയമം 1955 പൗരത്വം നേടുന്നതിനുള്ള രീതികളും പൗരത്വം നഷ്ടപ്പെടുന്ന രീതികളും ഒക്കെ പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. പൗരത്വ നിയമം 1955 അത് അങ്ങനെ തന്നെ പഠിക്കുക. അപ്പൊ ഈസിയാണ്. പൗരത്വ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന വർഷം ചോദിച്ചാൽ 1955 പൗരത്വ നിയമം ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന പൗരത്വ നിയമത്തിലാണ് ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള 5 രീതികളെ കുറിച്ച് പറയുന്നത്. നമുക്ക് നോക്കാം. പൗരത്വം നേടാനുള്ള 5 രീതികൾ ഏതൊക്കെയാണ്? 1. ജന്മസിദ്ധമായ പൗരത്വം. ജന്മസിദ്ധമായ പൗരത്വം, വംശപാരമ്പര്യത്തിലൂടെ ആർജിക്കുന്ന പൗരത്വം, രജിസ്ട്രേഷൻ മുഖേന, ദെൻ ചിരകാല അധിവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഇങ്ങനെ 5 രീതിയിലാണ് പൗരത്വം നേടാൻ കഴിയുക. അപ്പൊ പൗരത്വം നേടാനുള്ള 5 രീതികളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 3 മുതൽ 7 വരെ പൗരത്വ നിയമത്തിൽ സെക്ഷൻ 3 മുതൽ 7 വരെയുള്ള ഭാഗത്തിലാണ് പൗരത്വം നേടുന്നതിനുള്ള 5 രീതികളെ കുറിച്ച് പറയുന്നത്. ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത് സെക്ഷൻ 3 പ്രതിപാദിക്കുന്നത്. ജന്മസിദ്ധമായ പൗരത്വം സെക്ഷൻ 3. ദെൻ വംശപാരമ്പര്യത്തിലൂടെ ആർജിക്കുന്ന പൗരത്വം എന്ന് പറയുന്നത് സെക്ഷൻ 4 പ്രതിപാദിക്കുന്നു. രജിസ്ട്രേഷൻ മുഖേനയുള്ള പൗരത്വം എന്ന് പറയുന്നത് സെക്ഷൻ 5 പ്രതിപാദിക്കുന്നു. ചിരകാല അധിവാസം മുഖേന എന്ന് പറയുന്നത് സെക്ഷൻ 6 പ്രതിപാദിക്കുന്നു. പ്രാദേശിക സംയോജനം മൂലമുള്ള പൗരത്വം എന്ന് പറയുന്നത് സെക്ഷൻ 7 പ്രതിപാദിക്കുന്നു. അപ്പൊ സെക്ഷൻ 3 മുതൽ സെക്ഷൻ 7 വരെയാണ് പൗരത്വം നേടുന്നതിനുള്ള 5 രീതികളെ കുറിച്ച് പറയുന്നത്. ഏതൊക്കെയാണ് 5 രീതികൾ? ജന്മസിദ്ധമായ പൗരത്വം, വംശപാരമ്പര്യത്തിലൂടെ ആർജിക്കുന്ന പൗരത്വം, രജിസ്ട്രേഷൻ മുഖേന, ചിരകാല അധിവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം. ഓക്കെ, ഇനി ഇത് ഓരോന്നും എന്താന്നുള്ളത് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം. LGSകാർ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ട. നിങ്ങൾ ആ 5 മെത്തേഡ് ഏതാന്നുള്ളത് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ജന്മസിദ്ധമായത്, വംശപാരമ്പര്യത്തിലൂടെ, രജിസ്ട്രേഷൻ മുഖേന, ചിരകാല അധിവാസം മുഖേന, പ്രാദേശിക സംയോജനം മൂലം അത്രയും പഠിച്ചാൽ മതിയാകും. ഡീറ്റെയിൽഡ് ആയിട്ടുള്ളത് വേണ്ട. ഓക്കെ, ഇനി ജന്മസിദ്ധമായ പൗരത്വം. ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു സെക്ഷൻ 3 പ്രതിപാദിക്കുന്നത് അല്ലെ. സെക്ഷൻ 3 ജന്മസിദ്ധമായ പൗരത്വത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ബൈ ബർത്ത് എന്ന് പറയും അല്ലെ. ജന്മസിദ്ധമായ പൗരത്വം അല്ലെങ്കിൽ ബൈ ബർത്ത് എന്ന് പറയുന്നു. അപ്പൊ ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ കണ്ടീഷൻസ് പറയുന്നുണ്ട്. 1950
ജനുവരി 26 അതിനു ശേഷമോ എന്നാൽ 1987 ജൂലൈ 1 മുൻപോ ഇന്ത്യയിൽ ജനിച്ച ഏതൊരു വ്യക്തിയും, ഇതിനു മുൻപോ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിയും അയാളുടെ മാതാപിതാക്കൾ, അവരുടെ മാതാപിതാക്കൾ ഏതു രാജ്യക്കാരായിരുന്നാലും അവർ ഇന്ത്യൻ പൗരന്മാരാണ്. ഇതാണ് ആദ്യം പറയുന്നത്. ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നത് ഇതാണ്. 1950 ജനുവരി 26 അതിനുശേഷമോ 1987 ജൂലൈ 1 മുൻപോ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അവരുടെ അച്ഛനോ അമ്മയോ ഏതോ രാജ്യക്കാരായിക്കോട്ടെ, ആൾ ഇന്ത്യയിലാണോ ഈ പറഞ്ഞ സമയത്ത് ജനിച്ചിട്ടുള്ളത്, ആള് ഇന്ത്യൻ പൗരനായിരിക്കും. അപ്പൊ 1950 ജനുവരി 26 ശേഷമോ 1987 ജൂലൈ 1 മുൻപോ ജനിക്കുന്ന ഒരു വ്യക്തി ഇന്ത്യയിലാണ് ജനിക്കുന്നത്. മാതാപിതാക്കൾ എവിടത്തുകാരാണെങ്കിലും ആൾക്ക് എന്ത് കിട്ടും? ജന്മസിദ്ധമായ ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഒരു കണ്ടീഷൻ പറയുന്നത്, ഇത് ഒന്നാമത്തെ കേസാണ്. ഇനി രണ്ടാമത്തെ കേസ് പറയുന്നത് 1987 ജൂലൈ 1 അതിനു ശേഷമോ ജനിച്ചയാള്, ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഒരാള് അവരുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ എന്താവണം? ഇന്ത്യൻ പൗരനാണെങ്കിൽ ഇന്ത്യൻ പൗരത്വം ലഭിക്കും. 1987 ജൂലൈ 1 അല്ലെങ്കിൽ അതിന് ശേഷം ജനിച്ച ആളാണെങ്കിൽ, ആൾ ഇന്ത്യയിലാണ് ജനിച്ചതെങ്കിൽ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ കൂടെ ഇന്ത്യക്കാരനാണെങ്കിലാണ് ആൾക്ക് പൗരത്വം ലഭിക്കുകയുള്ളൂ. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ പറയുന്നത് 2004 ഡിസംബർ 3 അതിനു ശേഷമോ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഏതൊരു വ്യക്തിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അവരുടെ മാതാപിതാക്കൾ 2 പേരും ഇന്ത്യൻ പൗരന്മാരായിരിക്കണം, എങ്കിലാണ് ഇന്ത്യൻ പൗരത്വം ലഭിക്കത്തുള്ളൂ. ഓക്കെ, എന്താണ് പറഞ്ഞത്? ജന്മസിദ്ധമായ പൗരത്വം എന്ന് പറയുന്നതിൽ വരുന്നതാണ്. ആദ്യത്തെ കേസ് പറഞ്ഞത് 1950 ജനുവരി 26 അതിനു ശേഷമോ 1987 ജൂലൈ 1 മുൻപോ ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിയും അവരുടെ മാതാപിതാക്കൾ ഏത് രാജ്യക്കാരാണെങ്കിലും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. രണ്ടാമത്തെ കേസ് പറഞ്ഞത് 1987 ജൂലൈ 1 അതിനു ശേഷമോ ഇന്ത്യയിൽ ജനിക്കുന്ന ഏതൊരു വ്യക്തിയും അവരുടെ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യക്കാരാണെങ്കിൽ അവർക്ക് പൗരത്വം ലഭിക്കും. ഈ മൂന്നാമത്തെ കേസ് പറഞ്ഞത് 2004 ഡിസംബർ 3 ശേഷമോ ഇന്ത്യയിൽ ജനിച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ മാതാപിതാക്കൾ 2 പേരും ഇന്ത്യക്കാരായിരിക്കണം, എങ്കിലാണ് ഈ ജന്മസിദ്ധമായ പൗരത്വം അവർക്ക് ലഭിക്കുകയുള്ളൂ. ഓക്കെ, ഇനി ഈ പറഞ്ഞതിൽ മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനും മറ്റേയാള് അനധികൃത കുടിയേറ്റക്കാരനുമാണെങ്കിൽ ഒരാൾക്ക് പൗരത്വം ലഭിക്കില്ല കേട്ടോ. മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യക്കാരനും മറ്റേയാള് അനധികൃത കുടിയേറ്റക്കാരൻ എന്ന് വെച്ചാൽ എന്താണ്? പെർമിറ്റ് ഇല്ലാതെ കടന്നു കയറുന്നവർ, അല്ലെങ്കിൽ പെർമിറ്റോടുകൂടെ വന്നു പക്ഷെ അവർക്കൊരു കാലാവധി ഉണ്ട്, ആ കാലാവധി കഴിഞ്ഞിട്ടും അവർ തിരിച്ചു പോയില്ല, അങ്ങനെയുള്ളവരാണെങ്കിൽ നമുക്ക് അവരെ അനധികൃത കുടിയേറ്റക്കാർ എന്ന് പറയാം. അപ്പോൾ ഒരാൾ ഇന്ത്യക്കാരനും മറ്റേയാൾ അനധികൃത കുടിയേറ്റക്കാരനുമാണെങ്കിൽ ഒരു വ്യക്തിക്ക് പൗരത്വം ലഭിക്കുകയില്ല. ഓക്കെ, എന്നാൽ ഒരാൾ ഇന്ത്യൻ പൗരനാണ്, മറ്റേയാൾ അംഗീകൃത കുടിയേറ്റക്കാരനാണെങ്കിൽ പൗരത്വം ലഭിക്കും. ഈ അംഗീകൃത കുടിയേറ്റക്കാരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ പെർമിറ്റോട് കൂടിയിട്ട് വന്നിട്ടുള്ള ആളെയാണ് അംഗീകൃത കുടിയേറ്റക്കാരൻ എന്ന് പറയാം. അപ്പോൾ ഒരാൾ ഇന്ത്യൻ പൗരനാണ് മാതാപിതാക്കളിൽ, ഒരാൾ അംഗീകൃത കുടിയേറ്റക്കാരനാണെങ്കിൽ ആൾക്ക് എന്ത് ലഭിക്കും? പൗരത്വം ലഭിക്കും എന്നുള്ളതും കൂടെ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവിടെ ഒരു പോയിന്റും കൂടെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ നിയമിക്കപ്പെട്ട വിദേശ നയതന്ത്രജ്ഞരുടെ, ഇന്ത്യയിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള വിദേശ നയതന്ത്രജ്ഞരുടെ മക്കൾക്ക് എന്ത് ലഭിക്കില്ല? ഈ ജന്മസിദ്ധമായ പൗരത്വം ലഭിക്കത്തില്ല. അതായത് ഇന്ത്യയിലുള്ള വിദേശ നയതന്ത്രജ്ഞരുടെ മക്കൾ എന്ന് പറയുമ്പോൾ ഹൈക്കമ്മീഷണർമാര്, അംബാസഡർമാരൊക്കെ ഉണ്ടല്ലോ, അവരുടെ മക്കൾക്ക് എന്ത് ലഭിക്കത്തില്ല? ജന്മസിദ്ധമായിട്ട് പൗരത്വം ലഭിക്കില്ല. അവർ ഇന്ത്യയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നും പറഞ്ഞ് അവരുടെ മക്കൾക്ക് ഇന്ത്യൻ പൗരന്മാരാവാന്നതിനുള്ള അവസരം ഇല്ല. അപ്പൊ ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന വിദേശ നയതന്ത്രജ്ഞന്മാരുടെ മക്കൾക്ക് ജന്മസിദ്ധമായ പൗരത്വം ലഭിക്കുകയില്ല എന്നും പറയുന്നുണ്ട്.
ഇത്രയും കാര്യങ്ങൾ ജന്മസിദ്ധമായ പൗരത്വവുമായി ബന്ധപ്പെടുത്തി അറിഞ്ഞിരിക്കണം. ക്ലിയർ ആയോ? മനസ്സിലായിട്ടില്ലെങ്കിൽ ഒരു തവണയും കൂടെ കേൾക്കുക കേട്ടോ. ഓക്കെ, മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട്. അടുത്തത് വംശപാരമ്പര്യത്തിലൂടെ ആർജിക്കുന്ന പൗരത്വം. വംശപാരമ്പര്യത്തിലൂടെ ആർജിക്കുന്ന പൗരത്വം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പിന്തുടർച്ച വഴിയുള്ള പൗരത്വം എന്നാണ് പറയാ. ഓക്കെ, അപ്പൊ അത് നമ്മൾ പറഞ്ഞു ബൈ ഡെസെന്റ് എന്നാണ് പറയാ അല്ലെ. ബൈ ഡെസെന്റ് എന്നാണ് പറയാ. സെക്ഷൻ 4 പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 4 പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന 3 കണ്ടീഷനേ ഉള്ളൂ. ഒന്ന്, നമുക്ക് വംശപാരമ്പര്യത്തിലൂടെ ആർജിക്കുന്ന പൗരത്വം എന്ന് പറയുന്നതിൽ 1950 ജനുവരി 26 അതിനുശേഷമോ എന്നാൽ 1992 ഡിസംബർ 10 മുൻപോ ഇന്ത്യക്ക് പുറത്തു ജനിച്ച ഒരു വ്യക്തിക്ക് ജനന സമയത്ത് അദ്ദേഹത്തിന്റെ പിതാവ് എവിടെ ഇന്ത്യൻ പൗരനായിരുന്നാൽ ജനന സമയത്ത് പിതാവ് ഇന്ത്യൻ പൗരനായിട്ടുണ്ടെങ്കിൽ പൗരത്വം ലഭിക്കും. അപ്പൊ 1950 ജനുവരി 26 അതിനുശേഷമോ 1992 ഡിസംബർ 10 മുൻപോ കുട്ടി ജനിക്കുന്നത് എവിടെയാ? ഇന്ത്യക്ക് പുറത്തായിരിക്കാം. പക്ഷെ ആ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അവരുടെ പിതാവ് ഇന്ത്യൻ പൗരനാണ് എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് കിട്ടും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഓക്കെ, ഇപ്പൊ ഏകദേശം ഒരു 1986 ഫെബ്രുവരി 13 ഒരു കുഞ്ഞ് ജനിക്കുന്നു. കുഞ്ഞ് ജനിക്കുന്നത് അയർലൻഡിലാണ്. പക്ഷെ ജനിക്കുന്ന സമയത്ത് കുട്ടിയുടെ അച്ഛൻ ഇന്ത്യൻ പൗരനാണ്. അങ്ങനെയാണെങ്കിൽ ആ അയർലൻഡിൽ ജനിക്കുന്ന കുട്ടിക്ക് എന്ത് കിട്ടും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അത്രയേ ഉള്ളൂ പറഞ്ഞത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ 1992 ഇവിടെ പറഞ്ഞില്ലേ ഡിസംബർ 10, ആ ഡേറ്റിനോ 1992 ഡിസംബർ 10 അതിനുശേഷമോ ഇന്ത്യക്ക് പുറത്ത് ജനിച്ച ഒരു വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജനന സമയത്ത് അദ്ദേഹത്തിന്റെ മാതാപിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനായിരിക്കണം. എങ്കിലാണ് പൗരത്വം ലഭിക്കത്തുള്ളൂ. ഈ പറഞ്ഞ ഡേറ്റ് 1950 ജനുവരി 26 ശേഷമോ 1992 ഡിസംബർ 10 മുൻപായിരുന്നെങ്കിൽ കുട്ടി ഇന്ത്യക്ക് പുറത്താണെങ്കിലും ജനന സമയത്ത് പിതാവ് ഇന്ത്യൻ പൗരനാണെന്നുണ്ടെങ്കിൽ കിട്ടുന്ന പറഞ്ഞേ. പക്ഷെ 1992 ഡിസംബർ 10 ശേഷമോ ആണ് ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ ജനന സമയത്ത് മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനായിരുന്നു കഴിഞ്ഞാൽ കിട്ടും, പൗരത്വം ലഭിക്കും. ഇനി മൂന്നാമത്തെ കേസ് പറയുന്നത് 2004 ഡിസംബർ 3 അതിനുശേഷമോ 2004 ഡിസംബർ 3 അതിനുശേഷമോ ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്ന ഒരു വ്യക്തിക്ക് പിന്തുടർച്ച വഴിയുള്ള പൗരത്വം ലഭിക്കുമോ? ഇല്ല. 2004 ഡിസംബർ 3 ശേഷം ഇപ്പോൾ ഒരു 2007 ഒരു 2007 ജനുവരി 1 ഒരു കുഞ്ഞ് ജനിക്കുന്നു. അത് ഇന്ത്യക്ക് പുറത്ത് USA ജനിക്കുന്നതെന്ന് വിചാരിച്ചോളൂ. ആൾക്ക് എന്ത് ലഭിക്കില്ല? ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല. ഇനി പൗരത്വം ലഭിക്കണം എന്ന് വിചാരിക്കുക, അങ്ങനെ ഡയറക്റ്റ്ലി ജനിച്ചതും കിട്ടില്ല. ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? പൗരത്വം ലഭിക്കണം എന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞ് ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അതത് രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ജനനം രജിസ്റ്റർ ചെയ്തിരിക്കണം. ഓക്കെ, അതത് രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ജനനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്ത് ലഭിക്കും? പൗരത്വം ലഭിക്കും, ഇന്ത്യൻ പൗരത്വം. ഓക്കെ, അപ്പൊ 2004 ഡിസംബർ 3 അതിനുശേഷമോ ഇന്ത്യക്ക് പുറത്ത് ജനിക്കുന്ന ഒരു കുഞ്ഞിന് ഇന്ത്യൻ പൗരത്വം ലഭിക്കില്ല, വംശ പാരമ്പര്യത്തിലൂടെ ലഭിക്കില്ല. ഇനി ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുഞ്ഞ് ജനിച്ച് ഒരു വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യണം? അതത് രാജ്യത്തെ ഇന്ത്യൻ കോൺസുലേറ്റിൽ ജനനം രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നും കൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് വംശ പാരമ്പര്യത്തിലൂടെ ആർജിക്കുന്ന പൗരത്വത്തിന്റെ 3 മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് രജിസ്ട്രേഷൻ മുഖേനയാണ് പറയുന്നത്, ബൈ രജിസ്ട്രേഷൻ. അപ്പൊ രജിസ്ട്രേഷൻ മുഖേന എന്ന് പറയുന്നത് സെക്ഷൻ 5 പറയുന്നത് രജിസ്ട്രേഷൻ, ബൈ രജിസ്ട്രേഷൻ. അപ്പൊ ഇവിടെ പറയുന്ന പോയിന്റ്സ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കണ്ടീഷൻ, രജിസ്ട്രേഷന് അപേക്ഷിക്കുന്നതിന് 7 വർഷം മുമ്പ് ഇന്ത്യയിൽ
ഉറപ്പിച്ച ഇന്ത്യൻ വംശജൻ രജിസ്ട്രേഷൻ, നമ്മളിപ്പോൾ ഒരു പൗരത്വം ലഭിക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്യുവാണ്. അപ്പം നമ്മൾ രജിസ്ട്രേഷൻ എന്ത് ചെയ്യും? അപേക്ഷ നൽകും അല്ലേ? അപ്പം ഈ അപേക്ഷ നൽകുന്നതിന് 7 വർഷം മുൻപ് എന്ത് ചെയ്യണം? ഇന്ത്യയിൽ താമസം ഉറപ്പിച്ചിട്ട് ഉള്ള ഒരു വ്യക്തിക്ക് രജിസ്ട്രേഷൻ മുഖാന്തിരം പൗരത്വം ലഭിക്കും. രജിസ്ട്രേഷൻ അപേക്ഷിക്കുന്നതിന് തൊട്ട് മുൻപുള്ള 7 വർഷം ഇവിടെ താമസിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണെങ്കിൽ, ആൾ ഇന്ത്യൻ വംശജനാണെങ്കിൽ ആൾക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? പൗരത്വം ലഭിക്കുന്നുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് അവിഭക്ത ഇന്ത്യക്ക് പുറത്ത്. അവിഭക്ത ഇന്ത്യ മീൻസ് അൺഡിവൈഡഡ് ആയിട്ടുള്ള ഇന്ത്യ. ഓക്കെ, ഇന്ത്യ വിഭജനത്തിന് മുൻപ്. അപ്പൊ അവിഭക്ത ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജന് എന്ത് ചെയ്യാം? അവിഭക്ത ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജന് രജിസ്ട്രേഷൻ മുഖാന്തിരം പൗരത്വം നേടാവുന്നതാണ്. അൺഡിവൈഡഡ് ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന വ്യക്തിക്ക് ഇന്ത്യൻ പൗരത്വം നേടാവുന്നതാണ് രജിസ്ട്രേഷൻ മുഖാന്തിരം. ഇനി അതുപോലെ മൂന്നാമത്തെ കണ്ടീഷൻ, ഇന്ത്യൻ പൗരത്വം ഉള്ള ഒരു വ്യക്തിയുമായിട്ട് വിവാഹം കഴിച്ചു എന്ന് വിചാരിച്ചോ. ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാളെ വിദേശത്തുള്ള ഒരു രാജ്യത്തുള്ള ഒരു വനിത വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പൗരത്വ അപേക്ഷ നൽകണമെങ്കിൽ ആ പൗരത്വ അപേക്ഷ നമ്മൾ നൽകുന്നതിന് 7 വർഷം മുൻപ് നമ്മൾ ഇന്ത്യയിൽ താമസം ഉറപ്പിച്ചിട്ടുണ്ടായിരിക്കണം. എങ്ങനെയുള്ള ആളെ പറഞ്ഞത്? ഒരു ഇന്ത്യൻ പൗരനായിട്ടുള്ള ഒരാളെ വിവാഹം ചെയ്യുന്നത് വിദേശത്തുള്ള ആളാണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇവരുടെ പൗരത്വത്തിന് വേണ്ടിയിട്ട് അവർ അപേക്ഷിക്കുകയാണ് എന്നുണ്ടെങ്കിൽ 7 വർഷം മുൻപ് വരെ നമ്മൾ അപേക്ഷിക്കുന്നതിന് തൊട്ട് മുൻപുള്ള 7 വർഷം മുൻപ് വരെ അവർ ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസിച്ചിട്ടുള്ള ആളാണെങ്കിൽ, വിവാഹം ചെയ്തു കൊണ്ടുവന്ന വിദേശിയാണെങ്കിലും അവർക്ക് എന്ത് ലഭിക്കും? ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഇനി നാലാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, കോമൺ വെൽത്ത് അതുപോലെ ഐറിഷ് റിപ്പബ്ലിക്കിലെയും പൗരന്മാർക്ക് എന്ത് ലഭിക്കും? രജിസ്ട്രേഷൻ മുഖാന്തരം കേട്ടോ. കോമൺവെൽത്ത് രാഷ്ട്രം അതുപോലെ ഐറിഷ് റിപ്പബ്ലിക് കേട്ടോ. കോമൺവെൽത്ത് അതുപോലെ ഐറിഷ് റിപ്പബ്ലിക് അവിടുത്തെ പൗരന്മാർക്ക് എന്ത് ലഭിക്കും? രജിസ്ട്രേഷൻ മുഖാന്തരം പൗരത്വം ലഭിക്കും. വേറെ വിദേശ രാജ്യങ്ങൾക്കൊന്നും കിട്ടില്ല. കോമൺവെൽത്ത് രാഷ്ട്രങ്ങൾക്കും ഐറിഷ് റിപ്പബ്ലിക്കിനും മാത്രമാണ് എന്ത് ചെയ്യുന്നത്? രജിസ്ട്രേഷൻ മുഖാന്തരം നമുക്ക് പൗരത്വം ലഭിക്കുന്നത്. ഇനി അടുത്ത പോയിന്റ്, ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള വ്യക്തികളുടെ കുട്ടികൾക്ക്, പ്രായപൂർത്തിയായ കുട്ടിയായിക്കോട്ടെ പ്രായപൂർത്തിയാവാത്ത കുട്ടിയായിക്കോട്ടെ, ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ളവരുടെ മക്കൾ, അവർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? ഇന്ത്യൻ പൗരത്വം ബൈ രജിസ്ട്രേഷൻ ലഭിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് രജിസ്ട്രേഷൻ മുഖേന. അപ്പോൾ ആദ്യത്തെ പോയിന്റ് എന്തായിരുന്നു? നമ്മൾ രജിസ്ട്രേഷൻ മുഖാന്തരം പൗരത്വം ലഭിക്കാനായിട്ട് അപേക്ഷിക്കുകയാണെങ്കിൽ അപേക്ഷിക്കുന്നതിന് തൊട്ട് മുൻപുള്ള 7 വർഷക്കാലം നമ്മൾ ഇന്ത്യയിൽ താമസിക്കണം. പിന്നെ എന്ത് പറഞ്ഞു? അൺഡിവൈഡഡ് ഇന്ത്യക്ക് പുറത്ത്, അവിഭക്ത ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജർക്ക് രജിസ്ട്രേഷൻ മുഖാന്തരം ലഭിക്കും. പിന്നെ ഇന്ത്യൻ പൗരൻ ഒരു വിദേശ രാജ്യത്തുള്ള ഒരു സ്ത്രീയെ ഇപ്പോൾ വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അപേക്ഷിക്കണം, പൗരത്വം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അപേക്ഷിക്കുന്നതിന് തൊട്ട് മുൻപുള്ള 7 വർഷം വരെ അവിടെ സ്ഥിരമായിട്ട് താമസം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ ബൈ രജിസ്ട്രേഷൻ എന്ത് ചെയ്യാം? പൗരത്വം ലഭിക്കും. പിന്നെ കോമൺവെൽത്ത് രാഷ്ട്രം ഐറിഷ് റിപ്പബ്ലിക് അവിടെയുള്ള പൗരന്മാർക്ക് രജിസ്ട്രേഷൻ മുഖാന്തരം പൗരത്വം നേടാവുന്നതാണ്. പിന്നെ ഇന്ത്യൻ പൗരന്മാരായിട്ടുള്ള വ്യക്തികളുടെ മക്കൾ, എങ്ങനെയുള്ള മക്കൾ? പ്രായപൂർത്തിയായ മക്കളാണെങ്കിലും പ്രായപൂർത്തിയാവാത്ത മക്കളാണെങ്കിലും ബൈ രജിസ്ട്രേഷൻ എന്ത് ചെയ്യാം? അവർക്ക് പൗരത്വം ലഭിക്കുന്നതാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ 2 പോയിന്റും കൂടെ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, മാതാപിതാക്കളിൽ ഒരാൾ ഇന്ത്യൻ പൗരനാണ്. അങ്ങനെയുള്ള പൗരനായ പ്രായപൂർത്തിയായ ഒരു വ്യക്തി, അദ്ദേഹം പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് 12 മാസം മുമ്പെങ്കിലും ഇന്ത്യയിൽ താമസിച്ചിട്ടുണ്ടാവണം. അതായത് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ മാത്രമാണ് ഇന്ത്യൻ പൗരൻ. മാതാപിതാക്കളിൽ ഒരാൾ മാത്രമാണ് ഇന്ത്യൻ പൗരനായിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു പ്രായപൂർത്തിയായ വ്യക്തി, അദ്ദേഹത്തിന് പൗരത്വം ലഭിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? 12 മാസം മുൻപ്, അപേക്ഷിക്കുന്നതിന് തൊട്ട് മുൻപുള്ള 12 മാസം മുൻപ് നമ്മുടെ ഇന്ത്യയിൽ സ്ഥിരമായിട്ട് താമസിച്ചിട്ടുള്ള ആളാണെങ്കിൽ, മാതാപിതാക്കളിൽ ഒരാളെ ഇന്ത്യൻ പൗരനായിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ആൾക്ക് എന്ത് ചെയ്യാം? രജിസ്ട്രേഷൻ മുഖാന്തരം പൗരത്വം സ്വീകരിക്കാം. ഇനി 7ാമത്തെ പോയിന്റ് പറയുന്നത്, പ്രായപൂർത്തിയായ പൗരത്വ അപേക്ഷകൻ 5 വർഷമായിട്ട് ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ OCI കാർഡിന്റെ ഉടമയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്, 12 വർഷമായിട്ട് ഇന്ത്യയിൽ താമസിച്ചിട്ടുമുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. പ്രായപൂർത്തിയായിട്ടുള്ള പൗരത്വത്തിന് വേണ്ടിയിട്ട് അപേക്ഷിക്കുന്ന ഒരാൾ 5 വർഷമായിട്ട് ഓവർസീസ് സിറ്റിസൺസ് ഓഫ് ഇന്ത്യ കാർഡ് OCI കാർഡ് ഉടമയുമാണ്,
ആ ആള് രജിസ്റ്റർ ചെയ്യുന്നതിന് അപേക്ഷിക്കുന്നതിന് തൊട്ട് മുൻപുള്ള 12 മാസത്തോളം കാലം ഇന്ത്യയിൽ സ്ഥിര താമസമാക്കിയിട്ടുമുണ്ട് എന്നുണ്ടെങ്കിൽ ആൾക്കും എന്ത് ചെയ്യും, രജിസ്ട്രേഷൻ മുഖാന്തിരം ഈ പറയുന്ന പൗരത്വം ലഭിക്കുന്നതാണ്. ഓക്കെ, ഇതാണ് രജിസ്ട്രേഷൻ മുഖേനയുള്ള കണ്ടീഷൻസ് കേട്ടോ. ഇനി ചിരകാല അധിവാസം മുഖേന. ചിരകാല അധിവാസം മുഖേന എന്ന് പറയുന്നത് സെക്ഷൻ 6 പ്രതിപാദിക്കുന്നത്. സെക്ഷൻ 6 ചിരകാല അധിവാസം മുഖേന. ഇംഗ്ലീഷിൽ പറയുമ്പോൾ എന്താ, ബൈ നാച്ചുറലൈസേഷൻ എന്നുള്ളതാണ് ചിരകാല അധിവാസം മുഖേന. അപ്പൊ അവിടെ പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ഒന്നാമത്തെ കണ്ടീഷൻ, പൗരത്വത്തിന് വേണ്ടി അപേക്ഷിക്കുന്ന അപേക്ഷകൻ ഏതെങ്കിലും രാജ്യത്തെ പൗരനാണെങ്കിൽ ഇന്ത്യയിലെ പൗരത്വത്തിനുള്ള അപേക്ഷ സ്വീകരിക്കപ്പെടുന്ന മുറയ്ക്ക് മുൻ പൗരത്വം ഉപേക്ഷിക്കണം. ഇപ്പൊ പുറം രാജ്യത്തുള്ള ഒരാള് നമ്മുടെ ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടി അപേക്ഷിച്ചു. അപ്പൊ നമ്മുടെ അപേക്ഷ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞു. ഓക്കെ, ഈ പുറത്തുള്ള ഒരാളാണ്, വേറെ രാജ്യത്തുള്ള ഒരാളാണ്, അയാൾ ഇന്ത്യൻ പൗരത്വത്തിന് വേണ്ടിയിട്ട് എന്ത് നൽകുകയാണ്, അപേക്ഷ നൽകുന്നു. അപേക്ഷ നൽകി നമ്മൾ എന്ത് ചെയ്യും, അപേക്ഷ നമ്മൾ ഇവിടെ സ്വീകരിക്കും അല്ലെ. അപ്പൊ അങ്ങനെ അപേക്ഷ ഇവിടെ സ്വീകരിച്ചു കഴിഞ്ഞതും ആളുടെ മുൻ രാജ്യത്തെ, വേറെ രാജ്യത്തെ പൗരത്വം എന്ത് ചെയ്യും, രാജ്യത്തെ പൗരത്വം അയാൾക്ക് ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യും, അത് നഷ്ടമാകും എന്നാണ് പറയുന്നത്. ഓക്കെ, വിദേശ രാജ്യത്തുള്ള ഒരു പൗരൻ നമ്മുടെ ഇന്ത്യൻ പൗരത്വം നേടാൻ വേണ്ടി അപേക്ഷ നൽകുന്നു. ആ അപേക്ഷ സ്വീകരിക്കുന്ന മുറയ്ക്ക് അവരുടെ രാജ്യത്തെ പൗരത്വം അവർക്ക് നഷ്ടപ്പെട്ടു പോകും. അതാണ് ചിരകാല അധിവാസം മുഖേനയുള്ളത് ആദ്യത്തെ കണ്ടീഷൻ. ഇനി രണ്ടാമത്തേതെന്ന് പറയുന്നത്, ഇവ പൗരത്വത്തിന് അപേക്ഷിക്കുന്നതിന് 12 മാസക്കാലം ഇന്ത്യയിൽ താമസിക്കുകയോ അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് സർവീസിൽ പ്രവർത്തിക്കുകയോ ചെയ്ത വ്യക്തിക്കാണെങ്കിൽ ചിരകാല അധിവാസം മുഖേന ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഓക്കെ, പൗരത്വത്തിന് നമ്മൾ എന്ത് ചെയ്യും, അപേക്ഷിക്കും. അപ്പൊ അപേക്ഷിക്കുന്നതിന് തൊട്ട് മുൻപുള്ള 12 മാസക്കാലം ഒന്നുകിൽ ഇന്ത്യയിൽ എന്ത് ചെയ്യണം, താമസിക്കണം. 12 മാസക്കാലം ഇന്ത്യയിൽ താമസിക്കണം, അല്ലെങ്കിൽ ഇന്ത്യ ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കണം. ഇന്ത്യ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിട്ടുള്ള ആളായിരിക്കണം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആൾക്ക് എന്ത് കിട്ടും, ചിരകാല അധിവാസം മുഖേന പൗരത്വം ലഭിക്കും. ഇനി മൂന്നാമത്തെ കണ്ടീഷൻ, ഈ പറഞ്ഞ 12 മാസക്കാലം തൊട്ട് മുൻപുള്ള, അതിൻ്റെയും തൊട്ട് മുൻപുള്ള 14 വർഷക്കാലം. 12 മാസക്കാലം നമ്മൾ ഇന്ത്യയിൽ താമസിക്കണം എന്ന് പറഞ്ഞില്ലേ, അതിന് തൊട്ട് മുൻപുള്ള 14 വർഷം, അതിന് തൊട്ട് മുൻപുള്ള 14 വർഷം അവരെന്ത് ചെയ്യണം, ഒന്നുകിൽ ഇന്ത്യയിൽ താമസിച്ചിരിക്കണം, അല്ലെങ്കിലോ അവര് ഗവൺമെന്റ് ജോലിയിൽ തുടരുകയോ ചെയ്യണം. ഓക്കെ, ഇന്ത്യയിൽ താമസിച്ചിരിക്കുകയോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോലിയിൽ തുടരുകയോ ചെയ്യണം, അല്ലെങ്കിൽ രണ്ടും കൂടെ ചേർന്ന് 11 വർഷത്തിൽ കുറയാതെ ചെയ്യണം. അതായത് ഇപ്പൊ ഇന്ത്യയിൽ താമസിച്ചിരിക്കുന്നത് ഒരു 6 വർഷമാണെന്ന് വിചാരിച്ചോ, ഒരു 5 വർഷം അവർ ഗവൺമെന്റ് സർവീസിൽ വർക്കും ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കൂ. അപ്പോൾ ടോട്ടലായിട്ട് എത്രയായി, 6ഉം 5ഉം 11 വർഷം. ഇത് രണ്ടും കൂടെ 11 വർഷമായാലും മതി. ഇന്ത്യയിൽ താമസിച്ചതും ഇന്ത്യയുടെ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിട്ടുണ്ട്, ഇത് രണ്ടും കൂടെ ചേർന്ന് 11 വർഷമാണെങ്കിൽ കുഴപ്പമില്ല. ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് 6ഉം 5ഉം എന്നുള്ളത്. എങ്ങനെയാണെങ്കിലും രണ്ടും കൂടെ ചേർത്ത് ഒരു 11 വർഷക്കാലം, നമ്മൾ 12 മാസക്കാലം ഇന്ത്യയിൽ സ്ഥിരതാമസമാക്കുന്നതിന് തൊട്ട് മുൻപുള്ള വർഷത്തെ കാര്യമാണ് പറയുന്നത്. അത് ഒന്നുകിൽ ഇന്ത്യയിൽ താമസമാക്കിയിരിക്കണം, അല്ലെങ്കിൽ ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തിരിക്കണം 14 വർഷക്കാലം. ഇല്ലെങ്കിൽ ഇത് രണ്ടും കൂടെ ചേർന്നിട്ട് 11 വർഷക്കാലം. ഇന്ത്യയിൽ താമസിച്ചത് ഇപ്പൊ കുറച്ച് വർഷം, ഒരു 4 വർഷം താമസിച്ചു, 7 വർഷം ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്തു. അപ്പൊ അത് രണ്ടും കൂടെ ചേർത്തപ്പോൾ എത്രയായി, 11 വർഷമായി. അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്യും, ആൾക്ക് ഇന്ത്യൻ പൗരത്വം ചിരകാല അധിവാസം മുഖേന ലഭിക്കുന്നതാണ്. ഓക്കെ, ക്ലാസ് ഒന്നും കൂടെ റിപ്പീറ്റ് ആയിട്ട് കാണേണ്ടി വരുമെന്ന് എനിക്കറിയാം, കുറച്ച് കൺഫ്യൂസിങ് ആണ്, മനസ്സിലാക്കി വെക്കണം കേട്ടോ. ഇനി നാലാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, അപേക്ഷകൻ നല്ല സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ, അപേക്ഷകൻ എന്ന് പറയുന്ന ആള് ഇപ്പൊ ചിരകാല അധിവാസം മുഖേന പൗരത്വം ലഭിക്കണം എന്ന് പറഞ്ഞ് ചുമ്മാ അപേക്ഷ നൽകിയിട്ട് കാര്യമില്ല. അപേക്ഷ നൽകുന്ന ആളുടെ സ്വഭാവം എന്ന് പറയുന്നത് നമ്മൾ നോക്കും അല്ലെ. കൊല്ലും കൊലയൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാൾക്ക് നമ്മൾ ഇന്ത്യൻ പൗരത്വം കൊടുക്കത്തില്ല. അപ്പോൾ അപേക്ഷിക്കുന്ന ആളുടെ നല്ല സ്വഭാവം നമ്മൾ നോക്കും. നല്ല സ്വഭാവമുള്ള വ്യക്തിയാണെങ്കിൽ ആൾക്ക് എന്ത് ലഭിക്കും, ഇന്ത്യൻ പൗരത്വം ചിരകാല അധിവാസം മുഖേന ലഭിക്കും. ഇനി അഞ്ചാമത്തെ കണ്ടീഷൻ പറയുന്നത്, ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ കുറെ ഭാഷകൾ പറയുന്നുണ്ട് അല്ലെ. 8ാം ഷെഡ്യൂളിൽ 22ഓളം ഭാഷകൾ പറയുന്നുണ്ട്. ആ 22 ഭാഷയിൽ ഏതെങ്കിലും ഒരു ഭാഷയെങ്കിലും അറിയുന്ന വ്യക്തിയായിരിക്കണം. 22 ഭാഷയിൽ, 8ാം ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുള്ള 22 ഭാഷയിൽ ഒരു ഭാഷയെങ്കിലും അറിഞ്ഞിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആൾക്കും എന്ത് ചെയ്യും, ചിരകാല അധിവാസം മുഖേന ഈ പറയുന്ന പൗരത്വം ലഭിക്കും. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ചിരകാല അധിവാസം മുഖേന പൗരത്വം ലഭിക്കുന്ന രീതികൾ. ഓക്കെ,
അടുത്തത് പ്രാദേശിക സംയോജനം മൂലം. പ്രാദേശിക സംയോജനം മൂലം എന്ന് പറയുമ്പോൾ ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ്. ബൈ ഇൻകോർപ്പറേഷൻ ഓഫ് ടെറിട്ടറീസ് എന്ന് പറയുന്നത് സെക്ഷൻ 7 പറയുന്നത്, 7 പറയുന്നത് കേട്ടോ. അപ്പോൾ പ്രാദേശിക സംയോജനം മൂലമുള്ള ഇത് പഠിക്കാനായിട്ട് പ്രത്യേകിച്ച് വലിയ കാര്യങ്ങളൊന്നുമില്ല. അതായത് ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഏതെങ്കിലും ഒരു പ്രദേശമോ മേഖലയോ നമ്മുടെ ഇന്ത്യൻ യൂണിയനിൽ കൂട്ടിച്ചേർത്തു എന്ന് വിചാരിക്കാം. അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന മുറയ്ക്ക് ആ കൂട്ടിച്ചേർത്ത പ്രദേശത്തെ ജനങ്ങൾക്ക് എന്താണ്, ഇന്ത്യൻ പൗരത്വം കൊടുക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, അതായത് ഇപ്പം നമുക്കറിയാം ഗോവ നമ്മുടെ ഇന്ത്യൻ യൂണിയനിലോട്ട് കൂട്ടിച്ചേർത്തല്ലോ. അപ്പോൾ ഗോവയിൽ നിന്നും ഇങ്ങോട്ട് കൂട്ടിച്ചേർത്ത ഗോവയിലുള്ള ആളുകൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിച്ചിട്ടുണ്ടായിരിക്കും, അത്രയേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഇന്ത്യയുടെ ഭാഗമല്ലാത്ത കേട്ടോ, ഇന്ത്യയുടെ ഭാഗമല്ലാത്ത ഏതെങ്കിലും പ്രദേശം നമ്മുടെ ഇന്ത്യയിലോട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ ആ ഇന്ത്യയിലോട്ട് കൂട്ടിച്ചേർത്ത പ്രദേശത്തുള്ളവർക്ക് ഇന്ത്യൻ പൗരത്വം പ്രാദേശിക സംയോജനം മൂലം ലഭിക്കുന്നതാണ്. ഓക്കെ, അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് 5 രീതിയിൽ പൗരത്വം നേടാനുള്ള വഴി. അപ്പൊ 5 രീതി മനസ്സിലാന്ന് വിചാരിക്കുന്നു. ഓക്കെ, ഒട്ടും മനസ്സിലാവാത്തവർ ഒരു തവണ കൂടെ വീഡിയോ ഒന്ന് റിവൈൻഡ് ചെയ്തിട്ടൊന്ന് കാണണം കേട്ടോ. അടുത്തത് പൗരത്വം നമുക്ക് നഷ്ടപ്പെടാനുള്ള 3 രീതികളെ കുറിച്ചാണ് പറയുന്നത്. പൗരത്വം നഷ്ടപ്പെടാനുള്ള 3 രീതികൾ എന്ന് പറയുന്നത്, ഒന്ന് പരിത്യാഗം അഥവാ റിനൻസിയേഷൻ. പരിത്യാഗം അഥവാ റിനൻസിയേഷൻ എന്ന് പറയുന്നു. നിർത്തലാക്കൽ അഥവാ ടെർമിനേഷൻ. നിർത്തലാക്കൽ അഥവാ ടെർമിനേഷൻ. പൗരത്വ അപഹരണം അഥവാ ഡിപ്രിവേഷൻ. ഓക്കെ, ഇതാണ് 3 രീതിയിലുള്ള പൗരത്വം നഷ്ടപ്പെടുന്ന രീതികൾ. അപ്പോൾ ഈ പൗരത്വം നഷ്ടപ്പെടുന്ന രീതികളെ നമുക്ക് സെക്ഷൻ 8 മുതൽ 10 വരെയാണ്. പരിത്യാഗം എന്ന് പറയുന്നത് സെക്ഷൻ 8, നിർത്തലാക്കൽ എന്ന് പറയുന്നത് സെക്ഷൻ 9, പൗരത്വ അപഹരണം എന്ന് പറയുന്നത് സെക്ഷൻ 10 പറയുന്നത്. ഓക്കെ, പരിത്യാഗം സെക്ഷൻ 8, നിർത്തലാക്കൽ സെക്ഷൻ 9, പൗരത്വ അപഹരണം സെക്ഷൻ 10. LGSകാർ ഈ പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ആവശ്യമുള്ളവർ ബാക്കിയുള്ളത് പഠിച്ചോളൂ കേട്ടോ. ഓക്കെ, അപ്പോൾ പരിത്യാഗം റിനൻസിയേഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 8 പറയുന്നത്. അപ്പോൾ ഈ പരിത്യാഗം ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. പരിത്യാഗം എന്ന് വെച്ചാൽ എന്താണ്? പരിത്യാഗം റിനൻസിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എനിക്ക് നിങ്ങളുടെ പൗരത്വം വേണ്ട എന്നും പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു? നിരസിക്കുന്നു. നമ്മൾ സ്വന്തമായിട്ട് എന്ത് ചെയ്യാണ്? എനിക്ക് പൗരത്വം വേണ്ട എന്ന് പറഞ്ഞ് നമ്മൾ നിരസിക്കുന്നു. അതിനെയാണ് പരിത്യാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പൗരത്വം നഷ്ടപ്പെടാനുള്ള ഒന്നാമത്തെ മെത്തേഡ് എന്താണ്? എനിക്ക് നിങ്ങളുടെ പൗരത്വം വേണ്ട എന്ന് പറഞ്ഞ് നിരസിക്കുക. അതാണ് ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത്. അതാണ് പരിത്യാഗം എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ മെത്തേഡാണ് നിർത്തലാക്കൽ. നിർത്തലാക്കൽ അഥവാ ടെർമിനേഷൻ. ടെർമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരാള് ഇന്ത്യൻ പൗരനായിരിക്കുമ്പോൾ തന്നെ മറ്റൊരു രാജ്യത്തിന്റെ പൗരത്വം സ്വീകരിക്കുക. ആള് ഇന്ത്യൻ പൗരനാണ്, പക്ഷെ ഇന്ത്യൻ പൗരനായിരിക്കുന്ന അതേ സമയം എന്ത് ചെയ്യുന്നു? മറ്റൊരു രാജ്യത്തെ പൗരത്വം ആൾ എന്ത് ചെയ്യുന്നു? സ്വീകരിക്കുന്നു. ഇന്ത്യൻ പൗരനായിരിക്കുന്ന അതേ സമയം തന്നെ മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഇന്ത്യൻ പൗരത്വം ഓട്ടോമാറ്റിക്കലി ഇല്ലാതെയാവും. ഇന്ത്യൻ പൗരനായിരിക്കുന്ന വ്യക്തി അതേ സമയം മറ്റൊരു രാജ്യത്തെ പൗരത്വം സ്വീകരിക്കുമ്പോൾ ഇന്ത്യൻ പൗരത്വം നഷ്ടപ്പെടുന്നു. അതിനെയാണ് നിർത്തലാക്കൽ അഥവാ ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഈസി അല്ലേ? മനസ്സിലായല്ലോ? ഇനി അടുത്തത് പൗരത്വ അപഹരണം. പൗരത്വ അപഹരണം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ പറഞ്ഞു നേരത്തെ പൗരത്വം നേടാനുള്ള വഴികളിൽ ഒന്ന് രജിസ്ട്രേഷൻ മുഖാന്തിരം എന്ന് നമ്മൾ പഠിച്ചു അല്ലെ, ബൈ രജിസ്ട്രേഷൻ എന്ന് പഠിച്ചു. അതുപോലെ ബൈ നാച്ചുറലൈസേഷൻ എന്ന് നമ്മൾ പഠിച്ചു അല്ലെ, ബൈ നാച്ചുറലൈസേഷൻ ചിരകാല അധിവാസം മുഖേന, അതുപോലെ ബൈ രജിസ്ട്രേഷൻ. ഇങ്ങനെ 2 രീതിയിൽ നമ്മൾ നേടുന്ന പൗരത്വം പറഞ്ഞില്ലേ. അപ്പോൾ ഈ 2 രീതിയിൽ നേടണമെങ്കിലും അവിടെ നമ്മൾ കുറേ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ കൊടുക്കണം അല്ലെ. രജിസ്ട്രേഷൻ മുഖാന്തരമാണെങ്കിലും നമ്മൾ കുറേ കാലം ഇവിടെ താമസിച്ചു, അതിനുള്ള രേഖകളും കാര്യങ്ങളൊക്കെ നമ്മൾ സമർപ്പിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന രേഖ വ്യാജരേഖയാണെങ്കിൽ, അപ്പോൾ ഈ പൗരത്വ അപഹരണം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ മുഖാന്തിരവും നാച്ചുറലൈസേഷൻ മുഖാന്തിരവും പൗരത്വം നേടുന്നവർക്ക് മാത്രം നഷ്ടപ്പെടാവുന്നതാണ്. കാരണം അവർ സമർപ്പിക്കുന്ന രേഖ വ്യാജരേഖയാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് പൗരത്വം റദ്ദാക്കപ്പെടും. ഓക്കെ, വ്യാജരേഖ സമർപ്പിച്ചു കഴിഞ്ഞാൽ റദ്ദാക്കപ്പെടും. രണ്ടാമത്തേത്, ഇന്ത്യൻ ഭരണഘടനയോട് ഈ രജിസ്ട്രേഷൻ മുഖാന്തിരമോ നാച്ചുറലൈസേഷൻ മുഖാന്തിരമോ പൗരത്വം നേടുന്ന വ്യക്തി ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവ് പ്രകടിപ്പിച്ചാൽ, ഇന്ത്യൻ ഭരണഘടനയെ നിന്ദിച്ചു കഴിഞ്ഞാൽ ആളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്നാണ് പറയുന്നത്. ഇനി മൂന്നാമത്തേത്,
യുദ്ധകാലഘട്ടത്തിൽ നമ്മൾ രാജ്യവുമായിട്ട് എന്ത് നടക്കും? യുദ്ധം നടക്കും. അപ്പോൾ യുദ്ധസമയത്ത് ശത്രു രാജ്യവുമായിട്ട് ബന്ധം പുലർത്തി കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ മുഖാന്തരമോ നാച്ചുറലൈസേഷൻ മുഖാന്തരമോ പൗരത്വം നേടുന്ന ഒരു വ്യക്തി യുദ്ധസമയത്ത് ശത്രുക്കളുമായിട്ട് ബന്ധം പുലർത്തി കഴിഞ്ഞാൽ ആളുടെ പൗരത്വം നഷ്ടപ്പെടുമെന്ന് പറയുന്നു. അടുത്ത പോയിന്റ്, ചിരകാല അധിവാസം മുഖേന, അതായത് നാച്ചുറലൈസേഷൻ വഴിയോ രജിസ്ട്രേഷൻ വഴിയോ പൗരത്വം നേടിയ വ്യക്തി 5 വർഷത്തിനുള്ളിൽ 5 വർഷത്തിനകം മറ്റൊരു രാജ്യത്ത് 5 വർഷത്തിനകം മറ്റൊരു രാജ്യത്ത് 2 വർഷത്തെ തടവ് ശിക്ഷ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ ആളുടെ പൗരത്വം നഷ്ടപ്പെടും. രജിസ്ട്രേഷൻ മുഖാന്തരമോ നാച്ചുറലൈസേഷൻ മുഖാന്തരമോ പൗരത്വം നേടുക എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു ആളുടെ സ്വഭാവവും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യുമെന്നല്ലേ. അപ്പം നല്ല സ്വഭാവമാണെന്നൊക്കെ ഉള്ള ഒരു രേഖയിലാണ് ഇവർ പൗരത്വം നേടുന്നത്. പക്ഷെ അങ്ങനെ പൗരത്വം നേടിക്കഴിഞ്ഞും 5 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യാണ്? ഇവർ മറ്റൊരു രാജ്യത്ത് ഒരു കേസിൽ പെടുന്നു, എന്നിട്ട് 2 വർഷം തടവ് അനുഭവിക്കുന്നു. അപ്പം നല്ല സ്വഭാവമല്ല എന്നുള്ളത് തെളിഞ്ഞില്ലേ. അപ്പോൾ അവർക്ക് എന്ത് ലഭിക്കും? അവരുടെ പൗരത്വം നഷ്ടപ്പെടും. ഓക്കെ, അതാണ് പറയുന്നത്. ദെൻ 5ാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് തുടർച്ചയായിട്ട് 7 വർഷക്കാലം ഇന്ത്യക്ക് പുറത്തു പോയിട്ട് താമസിച്ചിട്ടുണ്ടെങ്കിൽ, തുടർച്ചയായി 7 വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് പോയി താമസിച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയുള്ളവരാണ്? രജിസ്ട്രേഷൻ മുഖാന്തിരമോ നാച്ചുറലൈസേഷൻ മുഖാന്തിരമോ ഞങ്ങൾക്ക് ഇന്ത്യൻ പൗരത്വം വേണമെന്ന് പറഞ്ഞ് പൗരത്വം എടുത്തതാണ്, എന്നിട്ട് ഇന്ത്യക്ക് പുറത്തുള്ളൊരു സ്ഥലത്ത് പോയിട്ട് തുടർച്ചയായി 7 വർഷക്കാലം ഇന്ത്യക്ക് പുറത്ത് താമസിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ പൗരത്വവും ഇല്ലാതെയാവും. ഇതാണ് പൗരത്വ അപഹരണം എന്ന് പറയുന്ന രീതി കേട്ടോ. വ്യാജരേഖ സമർപ്പിച്ചു കഴിഞ്ഞാൽ പൗരത്വം നഷ്ടപ്പെടും. ഇന്ത്യൻ ഭരണഘടനയോട് അനാദരവ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ, യുദ്ധം നടക്കുന്ന സമയത്ത് ശത്രു രാജ്യങ്ങളുമായിട്ട് ബന്ധം പുലർത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പൗരത്വം നേടി 5 വർഷത്തിനകം മറ്റൊരു രാജ്യത്ത് 2 വർഷം തടവ് അനുഭവിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ തുടർച്ചയായിട്ട് ഇന്ത്യക്ക് പുറത്ത് പോയിട്ട് താമസിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെയൊക്കെയാണ് പൗരത്വ അപഹരണത്തിലൂടെ എന്ത് നഷ്ടപ്പെടുന്നത്? പൗരത്വം നഷ്ടപ്പെടുന്നത്. ഇനി അടുത്ത ഭാഗം എന്ന് പറയുന്നത്, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. പൗരത്വം നേടുന്നതിനുള്ള 5 രീതികൾ പറഞ്ഞു. പൗരത്വം നഷ്ടപ്പെടാനുള്ള 3 രീതികൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ പറഞ്ഞു എന്താണ്? പൗരത്വം അതുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിലാണ്. ഏത് ആർട്ടിക്കിളിലാണ് പറഞ്ഞത്? ആർട്ടിക്കിൾ 11 പറഞ്ഞത് പൗരത്വ സംബന്ധമായ കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം പാർലമെന്റിനാണ് എന്ന് നമ്മൾ പറഞ്ഞു. അത് ഓർത്തിരിക്കുക. ഇനി നമുക്ക് പൗരത്വ ഭേദഗതി നിയമവും കൂടെ ഓർത്തിരിക്കണം കേട്ടോ. പൗരത്വ ഭേദഗതി നിയമം 2019, പൗരത്വ ഭേദഗതി നിയമം 2019. അപ്പോൾ ഈ പറയുന്ന ആക്ട് എന്ന് പറയുന്നത് ആരാണ് അവതരിപ്പിക്കുന്നത്? 2019 ഡിസംബർ 9 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഇന്ത്യൻ പാർലമെന്റിൽ ഈ പൗരത്വ ഭേദഗതി നിയമം അവതരിപ്പിക്കുന്നത് കേട്ടോ. 2019 ഡിസംബർ 9 കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷായാണ് ഈ പറയുന്ന പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത്. അതിനുശേഷം ഇത് ലോക്സഭ പാസാക്കി. ലോക്സഭ പാസാക്കുന്നത് 2019 ഡിസംബർ 10. ലോക്സഭ പാസാക്കുന്നത് 2019 ഡിസംബർ 10. രാജ്യസഭ പാസാക്കുന്നത് എപ്പോഴാണ്? 2019 ഡിസംബർ 11 രാജ്യസഭ പാസാക്കുന്നു. അത് കഴിഞ്ഞ് പ്രസിഡന്റ് ഒപ്പുവെക്കുന്നത് എപ്പോഴാ? 2019 ഡിസംബർ 12. ദെൻ അത് കഴിഞ്ഞ് ഇത് നിലവിൽ വരുന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2020 ജനുവരി 10 കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മുടെ പൗരത്വ ഭേദഗതി നിയമം ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ അവതരിപ്പിച്ചത് 2019 ഡിസംബർ 9 അമിത് ഷായാണ് അവതരിപ്പിച്ചത്. 2019 ഡിസംബർ 9 അവതരിപ്പിച്ചു. പിറ്റേ ദിവസം അത് ലോക്സഭ പാസാക്കി, അതിന്റെ പിറ്റേ ദിവസം രാജ്യസഭ പാസാക്കി, അതിന്റെ പിറ്റേ ദിവസം പ്രസിഡന്റ് ഒപ്പുവെച്ചു. നെക്സ്റ്റ് മന്ത് ജനുവരി 10 നിലവിൽ വന്നു. 2020 ജനുവരി 10 നിലവിൽ വന്നു. ഓക്കെ, 2019 ഡിസംബർ 9 പാർലമെന്റിൽ അവതരിപ്പിച്ചു. ആരാ അവതരിപ്പിച്ചേ? അമിത് ഷാ. ലോക്സഭ പാസാക്കിയത് 2019 ഡിസംബർ 10, രാജ്യസഭ പാസാക്കുന്നത് 2019 ഡിസംബർ 11, പ്രസിഡന്റ് ഒപ്പുവയ്ക്കുന്നത് 2019 ഡിസംബർ 12, നിലവിൽ വരുന്നത് 2020 ജനുവരി 10 എന്നുള്ളതുമാണ്. ഓക്കെ, അപ്പോൾ പൗരത്വ ഭേദഗതി നിയമം 2019 എന്ന് പറയുന്ന ഭാഗവും കൂടെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയുമാണ് നമുക്ക്
പൗരത്വവുമായി ബന്ധപ്പെടുത്തിയിട്ട് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ പൗരത്വം എന്ന് പറയുന്ന ക്ലാസ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നോട്ട്സ് തയ്യാറാക്കിയിട്ട് പഠിക്കുക. ചില ഭാഗങ്ങൾ വർഷവും ഡേറ്റ് ഒക്കെ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്. ഡെയിലി റിവിഷൻ ചെയ്യുക കേട്ടോ. നല്ല രീതിയിൽ റിവിഷൻ ചെയ്തിട്ടുണ്ടെങ്കിലാണ് ഇത് മറന്നു പോകാതെ ഓർത്തിരിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ.